അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഒരു കല്യാണത്തിന് പോകുന്നതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ മദ്രസയിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അന്നേരം ആലോചിച്ച് ഇന്ന് വീഡിയോ എടുത്താലോ, ഒരു വ്ളോഗ് എടുത്താലോ എന്ന് ചിന്തിച്ചത്. ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പം രാവിലെ തന്നെ വീട് വൃത്തിയാക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നാസ്തയ്ക്ക് ശേഷം ഞാനിതാ റെഡി ആവേണ്ട പരിപാടിയിലാണ്. അപ്പോൾ മക്കൾ വരാൻ ഒരു മണിയാവും. അപ്പം അവർക്ക് വന്നപാട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നത്. ഇത് മോൾക്ക് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അവൾക്ക് ഞാൻ ഇതാണ് എടുത്ത് വെച്ചിട്ടുണ്ടായത്. അപ്പം യെല്ലോ കളറാണ്, യെല്ലോ കളർ ടോപ്പും ബ്ലാക്ക് കളർ പാൻറ്റും. അപ്പം മോൻക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജീൻസും, പിന്നെ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് ടീഷർട്ട്, ഫുൾ സ്ലീവിൽ ടീഷർട്ടും കൂടിയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് അവനക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും, അങ്ങനെ വലിയ കച്ചറയാക്കില്ല. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട്, അമ്നൂസിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഡ്രസ്സാണ് എടുത്ത് വെക്കുന്നത്. പെരുന്നാക്കിലെ ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു ബോ കൂടി വരും. അപ്പോൾ ഇതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും കൂടി എടുത്ത് വെച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ചുരിദാറാണ് ഇടുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം ആയതുകൊണ്ട് ഇതാണ് പർദ്ദയെല്ലാം ഇടുന്നത്. നമ്മൾ ചുരിദാർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് സ്ലീവിലൊന്നും ഒന്നുമില്ല, സിമ്പിളായിട്ടില്ലായിരുന്നു. ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതാണ്. ഈ മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് അടിയിൽ ഇതേപോലെ നല്ല എംബ്രോയ്ഡറി ബോർഡർ ഉണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് ഇത്. അപ്പം ഇതിൻ്റെ ഷാള് നല്ല രസമാണ്. ഷാള് ഇഷ്ടപ്പെട്ടിട്ടാണ് ഡ്രസ്സ് എടുക്കല് ഞാൻ പൊതുവേ. എനിക്ക് ഷാള് നല്ല ഒന്ന് ഇഷ്ടപ്പെടണം, നല്ല രസത്തിൽ കിട്ടണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷാള്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷാളും. അപ്പോൾ ഇതിട്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറയാറ്. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പറ്റിയിട്ടില്ല, ഞാൻ വയ്യ പറയാം. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള മാച്ചിങ് എടുത്ത് വയ്ക്കുന്നത്. കമ്മൽ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. കമ്മൽ ഇത് ഇടാമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ സ്കാർഫ് ചെയ്തിട്ട് പോകുന്നുണ്ട്, ഹിജാബൊക്കെ കെട്ടിയിട്ട് പോകുന്നുണ്ട്. കമ്മൽ ഇടുമെന്ന് ഉറപ്പുണ്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇട്ടിട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു റിങ്ങാണ്. 2 റിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും പറ്റുമെങ്കിൽ ഇടും. അങ്ങനെ ആ സമയത്ത് ഇട്ടിട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും മൂഡ് അതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 റിങ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെയിനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോൾഡൊന്നും ഇടുന്നില്ല, ഇതേപോലെ ഫാൻസി എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന തന്നെ പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് കേട്ടോ. മക്കൾ മദ്രസയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. 1 മണിയാകുമ്പം ഓട്ടോക്കും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 1 മണിയാകുമ്പോൾ ഇക്കാക്കും വേറെ പോകാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മൊത്തം ഒരു ഹറിബറിയിലായതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു ലാസ്റ്റ് മൊമെൻ്റ് ഇറങ്ങുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇക്ക പർച്ചേസിന് പോകുന്നുണ്ടായിന്. അപ്പോൾ ആദ്യം 4 മണിക്ക് പോകുന്നതാണ് പറഞ്ഞത്, പക്ഷേ വയ്യ പറഞ്ഞത് 4 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തണം എന്ന്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇക്ക ഇറങ്ങുന്നതും നമ്മൾ ഇറങ്ങുന്നതും എല്ലാം ഒരുമിച്ചായിപ്പോയി. മക്കൾ മദർസിൽ നിന്ന് വന്നതും ഇക്ക ഇറങ്ങലും നമുക്ക് ഇറങ്ങേണ്ടി എല്ലാ ടൈമിൽ ഒന്നും പറ്റാതായിപ്പോയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് റെഡിയായി കല്യാണത്തിലേക്ക് പോയി എന്ന്. ഞാനും ഉമ്മയും പിന്നെ മക്കളും ഓട്ടോയിൽ. പിന്നെ ഉപ്പ ആദ്യം പോയിട്ടുണ്ടായിരുന്നു, രാവിലെ ഉപ്പ പോയിട്ടുണ്ടായിരുന്നു, ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാമ്മ ആദ്യം നമ്മൾ റിലേറ്റീവ്സൊക്കെ പോകുമ്പോൾ ഉമ്മാമ്മ അവരൊപ്പം മാമിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ. അപ്പോൾ നമ്മളാണ് ഏറ്റവും ലേറ്റ് ആയത്. പക്ഷേ അവിടെ എത്തുമ്പം എല്ലാവരും ഒരുമിച്ചെത്തിയ പോലെ ഉണ്ടേ. അപ്പോൾ അധിക ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ. ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കണക്കായിട്ട് അവർ പാർക്കിങ്ങിനും ഫുഡ് കഴിക്കേണ്ടതൊക്കെ സൗകര്യം ഏർപ്പാടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇതുണ്ടായിട്ടില്ല. നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പം നല്ല അങ്ങനെ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ പക്ഷേ അതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷമൊക്കെ നല്ല മഴയുണ്ടായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മേലെയൊക്കെ കയറി റൂമൊക്കെ കണ്ടു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയിൽ എല്ലാവരും ഒരു മീറ്റപ്പ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗാനമേളയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായി കേട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് എൻഗേജ്ഡായിട്ട് അവിടെ നോക്കിയിട്ട് നിന്നോളും, അങ്ങനെ നോക്കിയിട്ട് നിന്നോളും. അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല.
പിന്നെ ആഹിലിന് കുറേ തലവേദന രാവിലെ എണീച്ചിട്ട് പോയതുകൊണ്ട് മദ്രസയിൽ നിന്ന് വന്ന പാടല്ലേ അപ്പോൾ ഒരു തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ബേബി അങ്ങനെ ചൊറയൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. ബേബി ആ പാട്ട് കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേമസ് സിംഗർ ആബിദ് അവരെ ടീമാണ് കേട്ടോ സോങ്ങിനും പാട്ടിനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ജിഫ്രാൻ ആൻഡ് ഫാമിലി അവരും ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പം നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻജോയ് ചെയ്തു കല്യാണം. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാം ഒരേ നാട്ടിലാണെങ്കിലും കൂടി ആ ഫാമിലീസ് എല്ലാവരും കൂടി ഒരുമിച്ച് കുറേ നാളതിന് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു നല്ല രസം. പിന്നെ വീഡിയോക്ക് കോപ്പിറൈറ്റ് വന്നേക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പാട്ടിൻ്റെ ഒന്നും സൗണ്ട് ഇടാത്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ യൂട്യൂബിലൊക്കെ ഇവരെ പിന്നെ പരിപാടികളൊക്കെ കാണുന്നതല്ലേ, അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എൻജോയ് ചെയ്തു. ഖലീഫ കലാസംഗമം എന്ന് നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് ഇവരെ സോങ്സൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് കുറേ ഷോർട്സൊക്കെ ഇവരെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിന്. പിന്നെ ആ ഓറഞ്ച് ഷർട്ട് എല്ലാ ആൾക്കാരും വീട്ടിലൊന്നും പോകാണ്ട് ഇവിടെ തന്നെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. പിന്നെ മഴയല്ലേ, നല്ല ഒരു നൊസ്റ്റാ ഫീലിംഗ് ആയിരുന്നു കേട്ടോ പഴയ പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവരുടെ ഈ സോങ്സിൻ്റെത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും ഇൻഷാ അള്ളാ. എന്തായാലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആഹിലിന് തീരെ വയ്യായിരുന്നു, തലവേദന എടുത്തിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാ തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെയിം ഓട്ടോയിൽ തന്നെയാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ അവർക്കും ഉണ്ടായിന് ഇതേ കല്യാണം ഉണ്ടായിന്. അപ്പോൾ അവർക്കും കല്യാണം കൊടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഇതേ ഓട്ടോ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. നമ്മൾ റിട്ടേൺ വന്ന് പിന്നെ എന്താ പറയുക, പെണ്ണ് വീട്ടിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടി പറയുന്നത് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുന്നത്, ഈ ഒരു ക്ലിപ്പ് കാണുന്നത് ഇത് നൈറ്റിലത്തെ പരിപാടിയാണ് കേട്ടോ. പെണ്ണിനൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം ചെക്കൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.